അയ്യപ്പേട്ടാ, KC വേണുഗോപാലിനെ ഇത്രയധികം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്? ഈ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ വന്നപ്പോൾ KC വേണുഗോപാലിൻ്റെ പേരാണ് ഒരുപാട് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതിൽ ഇത്രയധികം എന്തിനാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതായത് ഇത് പറയുന്ന കാര്യം ശരിയാണ്. KC വേണുഗോപാൽ എന്ന നേതാവിനെ കാണുന്ന എല്ലാവരും അങ്ങ് ട്രോളയും. എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ വന്നവനും പോണവനും ഒക്കെ ഇട്ട് ഓരോ അടി. ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ ഒരടി ഇവിടെ നിന്ന് പോണ വഴിക്ക് അളിയ ഒരു തട്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ മറ്റേ തട്ടിങ്ങനെ തട്ടാൻ എന്താ ഇത്രയ്ക്ക്. ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറഞ്ഞ് ചില മേലങ്കി അണിഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട്. ആലപ്പുഴയിലും അവിടെയൊക്കെ 3 വോട്ട് 4 വോട്ടിനൊക്കെ ജയിച്ച ചില ആൾക്കാരുണ്ട്. ജയിച്ചല്ല 4 വോട്ടൊക്കെ കിട്ടിയ ചില ആൾക്കാർ. അപ്പൊ ഇത്തരത്തിൽ ഈ 4 വോട്ട് കിട്ടിയവരും രാഷ്ട്രീയ നിരീക്ഷകരാണ്. അവര് അങ്ങനെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് KC വേണുഗോപാലാണ് സർവത്ര പ്രശ്നം എന്നാണ് പറയുന്നത്. എന്തർത്ഥത്തിലെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തോന്നിയൊരു കാര്യം, സതീശൻ കുപ്പായം തയ്പ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ ചെന്നിത്തലയും കുപ്പായം തയ്പ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് KCക്ക് കുപ്പായം തയ്പ്പിച്ചൂടാ? അല്ല, KCയെ കുറിച്ച് പറയുമ്പോ കുപ്പായം തയ്പ്പിച്ചതും ഈ പറയുന്ന ഇവിടുത്തെ കാര്യം നമ്മളോട് നിന്നോട്ടെ. ഈ KC എന്ന നേതാവ് എന്നെ കണ്ടെത്തുന്നത് കരുണാകരൻ എന്നാണ് എൻ്റെ ഒരു അറിവ്. KC വേണുഗോപാൽ എന്ന യുവ നേതാവ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു വെളുത്ത ഒരു തുമ്പപ്പൂ പോലിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കാണാൻ നല്ല അഴകായിരുന്നു, നല്ലൊരു പയ്യനായിരുന്നു. KC-കാരനാ, കണ്ണൂര്. പയ്യനെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഇതുണ്ട്, പ്രായമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഇങ്ങനെ ഒരു യുവ നേതാവ് കണ്ണൂർ ശ്രദ്ധിക്കും. കരുണാകരന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ PC വിശ്വനാഥിനെ ആരാ കൊണ്ടുവന്ന? ഉമ്മൻചാണ്ടി. ഇനി അറ്റത്ത് ഇപ്പൊ നെഞ്ചും കൊടുത്ത് കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന ആര് തലട വന്ന് തല്ലിക്കോ പറഞ്ഞേ നിർത്തിക്കോ. കൂടുതൽ പറയണ്ട, പറഞ്ഞു നമുക്ക് പിന്നെ വിഷയം മാറിപ്പോ. ഷാഫി പറമ്പിലിനെ ആരാ കൊണ്ടുവന്നേ? ഉമ്മൻചാണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന KC വേണുഗോപാൽ എന്ന യുവ നേതാവിനെ അന്ന് കരുണാകരന്റെ കണ്ടെത്തലാണ്. അപ്പൊ കരുണാകരന്റെ കണ്ടെത്തൽ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു നേതാവ് വളർന്നു വരുമ്പോഴാണ്. സുധാകരൻ കണ്ണൂരുണ്ട്. സുധാകരൻ കണ്ണൂരുള്ളപ്പോ സുധാകരന് പിടിക്കൂ? ചോദിക്കണം വിചാരിച്ചതാണ്. സുധാകരന് പിടിക്കൂല. ഈ കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയ വിഷയം നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ പിടിക്കില്ല എന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് തമ്മി ഒരു വളർന്നു വരുന്നൊരു നേതാവ്, അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും യുവ നേതാവ് വളർന്നു വരുന്നതിന് വലിയൊരു നേതാവിന്റെ തലോടൽ കിട്ടണമെങ്കിൽ ആ റഡാറിൽ നമ്മൾ എന്ന് പെടണം. ഇടിച്ച് പത്രങ്ങളെ ഫോട്ടോയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ചെയ്യുകയും കൂടെ വേണം, കഴിവ് മാത്രം പോരാ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിൽ കരുണാകരന്റെ കണ്ടെത്തലിൽ വന്ന നേതാവാണ് ഈ KC വേണുഗോപാൽ. ഈ KC വേണുഗോപാലിനെ സുധാകരൻ ഒരു വട്ടം നിൽക്കാൻ സമ്മതിക്കാതെ, അതായത് കണ്ണൂർ നീ നിൽക്കണ്ട, നീ ഇവിടുന്ന് പൊക്കോ, നീ എവിടെയെങ്കിലും പോയി ഉയരും കൊണ്ട് രക്ഷപ്പെട്ടോ എന്ന രീതിയിലായിരുന്നു പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ സുധാകരനിട്ട് പണിയാൻ വേറെ ചില നേതാക്കൾ അവിടെ ഉണ്ട്. അത് ഈ രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് അവൻ മരിച്ചുപോയി. ഈ രാമകൃഷ്ണൻ എന്നൊക്കെ പറയും, നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഈ രാമകൃഷ്ണൻ എന്ന നേതാവ് സുധാകരനിട്ട് പണിയും. സുധാകരൻ അത് പണ്ടുള്ളവർ പറയുമല്ലോ, നമുക്ക് അടിക്കാൻ പറ്റാത്ത ഈ ചെറിയ ചില പിള്ളേരെയൊക്കെ അടിക്കുമല്ലോ, വലിയവർ അടിക്കുമ്പോൾ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ മുതിർന്നവർ നമ്മളെ തല്ലുമ്പോൾ നമ്മളെ ദേഷ്യം കൊച്ചു പിള്ളേരുടെ തരും. നമ്മൾ സ്കൂളിൽ കാണുമ്പോൾ ഏതെങ്കിലും കൊച്ചു ക്ലാസ്സിൽ പറഞ്ഞാൽ ഡേ ഓടാ ഒരടി. ഇതേപോലെ പാവപ്പെട്ട പിന്നെ KC വേണുഗോപാലിനെ, പാവപ്പെട്ട നില KC വേണുഗോപാൽ എന്ന ചെറുപ്പക്കാരൻ ഉയരും കൊണ്ട് ഡൽഹിക്ക് പോയി. പക്ഷെ മിടുക്കനാണ് അദ്ദേഹം. ഡൽഹി പോയി AICC വരെ അദ്ദേഹം എത്തി. എല്ലാവരും പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അദ്ദേഹത്തെ കൊണ്ടുപോയെന്ന്. എന്തായാലും ആര് കൊണ്ടുപോയാലും വള്ളം തുഴയാൻ അറിയാം, അതിന് കഴിവുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ പറയും, ഇതിലല്പം ചരിത്രം പറയണം, പറയാതെ പോകാൻ പറ്റില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് പറയാമല്ലോ. കാര്യം ഞാൻ ഈ ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നു, ഇവിടെ കേരളത്തിൽ മന്ത്രിയായിരുന്നു. കരുണാകരന്റെ ഇദ്ദേഹത്തിന്റെ ആന്റണിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിലെത്തി അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഈ കുറ്റപ്പെടുത്തുന്നവരെ, എത്ര തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം ചുക്കാൻ പിടിച്ചതാണ്. ഈ പറയുന്ന കർണാടകത്തിൽ ജയിച്ചത് അദ്ദേഹം കൂടെ ഇരുന്നിട്ടല്ലേ? എൻ്റെ സംശയം കർണാടകത്തിൽ BJP-യിലേക്ക് നിന്ന് തട്ടിയെടുത്തു. അതൊരു നല്ല കാര്യമല്ലേ? ഇപ്പം എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ടെങ്കിലും അതിൽ ഇദ്ദേഹം കൂടെ AICC പദവിയിൽ ഇരുന്നിട്ടല്ലേ വന്നത്. പിന്നെന്തിന് KC വേണുഗോപാലിനെ ഇങ്ങനെ പഴിക്കണം? അപ്പോ ഒരു വേള ഇപ്പം ഞാൻ സംശയം ചോദിക്കട്ടെ, ശശി തരൂരിനെ ഇത് ഈ പറയുന്ന പോലെ ഇന്നലെ
നമുക്കൊരു മാധ്യമമാകുമ്പോൾ നമുക്ക് ഒരു ബയാസ്ഡ് ആയിട്ടേ പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ കെ സി വേണുഗോപാലിനെ കുറിച്ച് ഇങ്ങനെ ആലിഗേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂചനകളാണ് നമ്മൾ പറയുന്നത്. ഇതും ഒരു സൂചനയാണ്. കാര്യം കെ സി വേണുഗോപാൽ എന്ന നേതാവിനെ ഇങ്ങനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് സമൂഹം അറിയണം. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ അത്ര കണ്ട് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ പറയുന്നത് തന്നെ വേണം. ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ പറയാം, അതെ, വസ്തുതകൾ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. പക്ഷെ അതൊരു അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഈ ബോഡി ഷേമിംഗ് പോലെ ഒക്കെ പറയുന്നത് പോലെ പോകരുത്. അതെ. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരത്തിൽ അദ്ദേഹം കൂടെ നിന്നിട്ടല്ലേ ഈ പറയുന്ന AICCയിൽ അദ്ദേഹം കൂടെ അംഗമായിട്ടല്ലേ ഈ കണ്ട വിജയങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എന്തിന് ഇപ്പോൾ പിന്നെ ഈ അവിടെ നിന്ന് തുരത്തി ഓടിച്ച വ്യക്തിയാണ് കെ സുധാകരൻ. പൊക്കോട എന്ന് പറഞ്ഞ് എന്നിട്ട് ഓടി അദ്ദേഹം ആലപ്പുഴ വന്നാണ് അദ്ദേഹം ജയിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലപ്പുഴ പോലൊരു ദേശത്ത് വരുത്തനായ ഒരാൾ വന്നിട്ട് എത്ര തവണയാണ് MP ആയിരിക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ കഴിവല്ലേ? ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു പെൺപുലിക്കുട്ടി അവിടെ നിന്നിട്ട് ജയിച്ചില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് മെറിറ്റ് ഇല്ലേ? അദ്ദേഹത്തിന് കഴിവില്ലേ? പ്രജിത അല്പം മുമ്പ് പറഞ്ഞു അദ്ദേഹം ഇവിടുന്ന് AICC പോയിട്ട് അദ്ദേഹം ഇപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അല്ലെങ്കിൽ AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. കുറച്ചുകൂടി എന്തോ പദവിയാണ്, ക്ഷമിക്കുക, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ വരാത്തുണ്ടാവും. പ്രജിത അല്പം മുമ്പ് പറഞ്ഞു അദ്ദേഹം AICCയിലെത്തി. ശരിയാണ്, അദ്ദേഹം AICCയിലെത്തി അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ. ഇപ്പം മെറിറ്റ് ഇല്ലാതെ ഡൽഹിയിലേക്കൊന്നും ആരും അദ്ദേഹത്തെ വിളിക്കില്ല. ചുമ്മാ കയറി ഡൽഹി ചെന്നിട്ട് എന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വല്ല മറ്റേ കച്ചവടം നടത്തേണ്ട സ്ഥലം? അതുകൊണ്ടല്ലേ എല്ലാവർക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം അവിടെ എത്തി, അദ്ദേഹത്തിന്റെ കഴിവ് കാണിച്ചു, രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം ഓരോ ചുമതലകൾ ഏൽപ്പിച്ചു. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി സെക്രട്ടറി വരെയാണ് അദ്ദേഹം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നിന്ന് ഈ പദവികളിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞ് ഇതുവരെയുള്ള ചില നടപ്പ് രീതികൾ വെച്ചാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്ന് ഭാവന, പിന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വിഷയകഥകൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള സരിതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയകഥകൾ. നമ്മളൊരു 10 നേതാക്കളെ എടുത്താൽ ചിലപ്പോൾ നമ്മുടെ PT തോമസ്, ഈ കൊച്ചിയിലെ PT തോമസ്, അല്ലെങ്കിൽ ചില നേതാക്കൾ, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ഒരു പെരുമ്പാവൂർ ജയിച്ചൊരു MLA ഉണ്ട്. ആ പറയുന്ന പുതിയ തലമുറ MLAക്ക് വരെ പെൺ വിഷയ കഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഈ ഒഴുക്കിനോടൊപ്പം നടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇതൊക്കെ ഇല്ലാത്തവരെ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നവർ നമ്മൾ പറയില്ലേ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന പോലെ പരിശുദ്ധന്മാരിൽ പരിശുദ്ധന്മാരൊന്നും ഇവിടെ ആരുമില്ല. അപ്പോ പറയാൻ എങ്ങനെ അങ്ങനെ കെടുത്താനായിട്ട് ആ നേതാവിനെതിരെ ബ്ലെയിമിങ് ഇവിടുത്തെ കുറേ യൂട്യൂബ് ചാനലുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. ചുമ്മാ കാണാനൊരു ഇതിന് വേണ്ടിയിട്ട് അങ്ങ് പറയുക. ഈ പറയുന്ന സരിതയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ എത്ര പേരുടെ പേര് പറയാത്തതുണ്ടെന്ന് മാത്രമേ നോക്കേണ്ടൂ. അല്ല, ഒരു പ്രമുഖരായ 7 പേരുകളുണ്ട്. ഇപ്പൊ തന്നെ AICC വർക്കിംഗ് കമ്മിറ്റിയിലുള്ള പ്രമുഖരായിട്ടുള്ള എത്ര പേര്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്തിട്ടുള്ള നമുക്കറിയാം. തിരുവനന്തപുരത്തിന്റെ അതൊക്കെ അറിയാം, നിറം പിടിപ്പിച്ച കഥകൾ. കാര്യം ഇവരൊക്കെ മന്ത്രിയായിരിക്കുന്ന സമയത്തും തലസ്ഥാനം എന്ന് പറയുന്ന എല്ലാ അഴുക്കുകളും വന്ന് അടിയുന്ന ഒരു സ്ഥലമാണ് അത്. കാസർഗോഡ് മുതൽ അങ്ങേയറ്റം കേരള ജനം മുഴുവനും അറിഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ എന്തിന് KC വേണുഗോപാലിനെ ഇത്ര കണ്ട് ആക്ഷേപിക്കുന്നു? KC വേണുഗോപാൽ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാവുക, രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ഇരിക്കുക. ഇപ്പൊ നമ്മളൊരു സംഗതി പറയാം. ഇപ്പോൾ ഇന്നലെ വരെ നമ്മൾ, അല്ലെങ്കിൽ സൗഹൃദത്തിൽ പ്രജിത, ഇപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നു. നിങ്ങളൊരു ഉയർന്ന പോസ്റ്റിലേക്ക്, ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റില്ല. നമ്മുടെ പദവി, നിങ്ങൾക്കൊരു പദവി കിട്ടിയെങ്കിൽ ആ പദവിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പാടില്ല. ദെൻ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും, പുറത്തേക്ക് വരൂ. ദെൻ അറ്റ് ദ ടൈം നമ്മൾ ആ സ്വാതന്ത്ര്യം നമ്മൾ എടുക്കും. അതങ്ങനെയല്ല. ഇത് തൻ്റെ കൂടെ നടന്നതായിരിക്കാം, ഇരുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവി കിട്ടി അംഗീകരിക്കേണ്ടത്. അതാണ് മലയാളിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു വിഷയം, ഈ KC വേണുഗോപാലിൻ്റെ മേലുണ്ടായിരിക്കുന്നത്. KC വേണുഗോപാലിനെ ശശി തരൂരുമായി യാതൊരു ഈർഷ്യതയുമില്ല. ഈ സണ്ണി വക്കീലിനെ ഇപ്പോൾ MLA ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആപ്റ്റായ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ അദ്ദേഹം ഉണ്ട്, KC വേണുഗോപാൽ ഉണ്ട് പറയുകയും ചെയ്തു. അപ്പൊ KC വേണുഗോപാൽ ഇത്തരത്തിലൊരു പാനൽ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഇപ്പൊ AP അനിൽകുമാർ KCയുടെ ആളാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിൻ്റെ ഇന്നലെ വരെ നിന്ന കളം മാറി ചവിട്ടാൻ ഒരു മടിയില്ലാത്തവരാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ. ഈ കൂറും ഈ സ്നേഹവും ഒക്കെ അവർ ഈ പറയുന്ന പോലെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറയും. ഈ AP അനിൽകുമാർ ആയാലും വിഷ്ണുനാഥ് ആരോട് നിന്ന ഉമ്മൻചാണ്ടിയുടെ ആളാണ്, വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ ആളാണ്, ഈ ബാക്കി ഷാഫി ഉമ്മൻചാണ്ടിയുടെ ആളാണ്, ഇപ്പോൾ സതീശനൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഈ മനുഷ്യസഹജമായി തങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പിടവും പ്രവർത്തിക്കാൻ ഇടവും നിലനിൽപ്പാണ് മനുഷ്യർ നോക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ KC എല്ലാം കൊണ്ട് ഇവിടെ അടിച്ചേൽപ്പിച്ചു. പിന്നെ ഇന്നലെ വരെ കോൺഗ്രസിൽ
ഒരു കരുണാകരനും ആന്റണിയുമാണ് കളം മാറി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിരം കടകം കളിച്ചെങ്കിൽ ഇന്ന് ഓതിരം കടകം കളിക്കാൻ ഇവിടെ ആള് കൂടിയപ്പോൾ ഇപ്പൊ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആള് നാളെ ചിലപ്പോൾ സംസ്ഥാനത്തേക്ക് വരാം, സംസ്ഥാനത്ത് ഇരിക്കുന്ന ആളിന് കേരളത്തിലേക്ക് പോവാം. ഇങ്ങനെ കേരളത്തിലും ഇവിടെ ഇരുന്നിപ്പോ ആകെ എത്ര സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട്? കോൺഗ്രസ് മുക്ത ഭാരതം ആ പദ്ധതിയുമായി BJP ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ നമുക്ക് ഈ സമൂഹത്തിന് പറയാനുള്ളൂ. 9 കൊല്ലം കൊണ്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു ഗുഡ് പ്ലാനറായ ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഇനിയും സുഖിക്കാം എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഇടയിൽ ദയവായി തൊഴുത്തിക്കൂത്തൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ഒരുമിച്ച് ചേർന്ന് നിന്ന് KC വേണുഗോപാലിനെയൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് ആ കിട്ടുന്ന ഒരു സുഖം. ഇപ്പൊ കേൾക്കുന്ന മറ്റൊരു വാർത്ത, ഈ AICC പുതിയ അംഗങ്ങളെ കൊണ്ടുവന്നിട്ട് ചേട്ടന്മാരും ആ അംഗത്വം രാജിവെച്ച് പോകുന്നില്ല എന്ന് വെച്ചാൽ DCC ഇരിക്കുന്നവരൊക്കെ ഞങ്ങൾ പോകുന്നില്ല എന്ന രീതിയിൽ അടിച്ചോടിക്കേണ്ടി ഇനി കസേര എടുത്ത് മാറ്റി വെക്കേണ്ടി വരും. ചില ഓഫീസുകളിൽ ചിലരുടെ ക്യാബിനിൽ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് കസേര അങ്ങ് മാറ്റും. വന്ന് കയറുമ്പോൾ ക്യാബിനിൽ കസേര കാണത്തില്ല. ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്നെ പിരിച്ചുവിട്ടു, ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ഇറങ്ങി മിണ്ടാതെ പോകും. ഇനി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും.